അസോസിയേഷന്റെ കരുത്തുറ്റ പ്രസിഡന്റ് ആരാധ്യനും ആദരണീയനുമായ അഡ്വക്കേറ്റ് കെ.ടി. രാഘവൻ അവർകളെ, എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ കാരണഭൂതനായ ശ്രീ കനകരാജങ്ക്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് ഗുരുദേവ സ്മരണകൾ കൊണ്ട് സാന്ദ്രമായ ഈ സുദിനത്തിൽ ഇവിടെ ഒരുക്കിയ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം തന്ന സുമനസ്സുകൾക്ക് മുൻപിൽ ഞാൻ എന്റെ നന്ദി ആമുഖമായി അറിയിക്കട്ടെ. വിശിഷ്ടവും വിശ്വപരവുമായ വീക്ഷണത്തോടുകൂടി കേരളീയ ജീവിതത്തെ നോക്കി കണ്ട് വ്യാഖ്യാനിച്ച ഏക കർമ്മയോഗിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അടിവേരറുക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഗുരുദേവൻ വലിയൊരു ജനസമൂഹത്തെ ദുഷിച്ച ആചാര വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നും മോചിപ്പിച്ച് സാംസ്കാരിക നവോത്ഥാനത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വയൽവരമ്പത്ത് എന്ന വീട്ടിൽ അമ്മ കുട്ടിയമ്മയുടെയും അച്ഛൻ മാടനാശാന്റെയും മകനായി 1855 ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചു. ഗുരുകുല സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അച്ഛനമ്മമാരുടെ മരണത്തോടെ ലൗകിക ജീവിതത്തിന്റെ കണ്ണികൾ ഗുരുദേവനിൽ നിന്നും അന്യമായി. ചിന്തകൾ കൊണ്ട് ബന്ധിതനും ആത്മജ്ഞാനത്തിന്റെ നിറകുടവുമായ ഗുരുദേവൻ ഒരു അവധൂതനെ പോലെ സഞ്ചരിച്ചു. തെക്കേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജവീഥികളിലൂടെ, തെരുവോരങ്ങളിലൂടെ, ഊടുവഴികളിലൂടെ ആ തൃപ്പാദങ്ങൾ പലവട്ടം ചലിച്ചു. സ്വയം അറിയുവാനുള്ള ഒരു യാത്ര. ലഭിക്കുന്നത് കൊണ്ട് തൃപ്തനാകാനും ആരെയും ധിക്കരിക്കാതിരിക്കുവാനും ഞാനിന്ന് ഒരിക്കലും ഉപയോഗിക്കാതെ, ഒന്നിലും ഒരു നിർബന്ധവുമില്ലാതെ സ്വയം അറിയുവാനുള്ള ഒരു യാത്ര. ആ യാത്രയിൽ അദ്ദേഹത്തിൽ ഒരു ഉൾവിളി മുഴങ്ങി. ഗുരുദേവനിൽ ഒരു ആത്മീയ ചൈതന്യം പ്രകാശിച്ചു. ചരിത്ര പ്രസിദ്ധമായ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയോടെ ഗുരുദേവന്റെ ആത്മീയ ദർശനം എന്തെന്ന് ഈ ലോകം കണ്ടു. ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുവാനുള്ള ബ്രാഹ്മണാധികാരത്തിനെതിരെയുള്ള പ്രതീകമായ ഒരു പോരാട്ടമായിരുന്നു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ. അരുവിയിൽ നിന്നും മുങ്ങിയെടുത്ത കല്ലിൽ പോലും ഈശ്വര ചൈതന്യം കണ്ടെത്തിയ ഗുരുദേവൻ നടത്തിയ പ്രതിഷ്ഠയിൽ പ്രകോപിതരായ സവർണ മേധാവിത്വത്തിന്റെ ജാതി കോമരങ്ങളോട് വളരെ സൗമ്യമായ ഭാഷയിൽ ഗുരുദേവൻ പ്രതികരിച്ചത്, നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നായിരുന്നു. സൗമ്യമായ ആ മറുപടിക്കും അതിമഹത്തരമായ ആ കർമ്മങ്ങൾക്കും മുന്നിൽ ജാതീയതയുടെയും അനാചാരത്തിന്റെയും ഉച്ചനീചത്വങ്ങളുടെയും സവർണ മേധാവിത്വത്തിന്റെയും മതിൽക്കെട്ടുകൾ ഇവിടെ പാടെ തകർന്നു വീണപ്പോൾ കേരളത്തിലൊരു നവോത്ഥാന മുന്നേറ്റത്തിന്റെ ശങ്കൊലി മുഴങ്ങുകയായിരുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ല, സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറയുവാൻ ആ കാലത്ത് ഗുരുദേവനല്ലാതെ മറ്റാർക്ക് സാധിക്കും? മറുതയും
മനുഷ്യസ്നേഹിയായ പച്ച മനുഷ്യനെ പാകപ്പെടുത്താൻ പര്യാപ്തമാണ്.